Hello friends, welcome to USD Online. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ ഒരു ലെൻസ് റിവ്യൂ ആണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് Tamron 85mm 1.8 VC ലെൻസ് ആണ്. ഇത് Tamronന്റെ G2 സീരീസിലുള്ള പുതിയ ഡിസൈനോട് കൂടിയുള്ള ഒരു ലെൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ ഓൾറെഡി Canon 85mm 1.8 ലെൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഈ രണ്ട് ലെൻസും ആദ്യം ചെറുതായിട്ട് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മുതലായ കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾക്ക് Canon 85mm 1.8 ലെൻസ് കാണാം. അതുപോലെ റൈറ്റ് ഹാൻഡിലുള്ളത് Tamron 85mm 1.8 ലെൻസാണ്. ഇപ്പോൾ നിങ്ങൾ സൈസ് കമ്പാരിസൺ നോക്കിയാൽ Tamron ലെൻസ് സ്വല്പം കൂടി വലിപ്പം കൂടുതലുള്ളൊരു ലെൻസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ Tamronൻ്റെ പുതിയ G2 സീരീസ് ലെൻസ് വൈബ്രേഷൻ കോമ്പൻസേഷനോട് കൂടിയ ഒരു ലെൻസും കൂടിയാണ്. അതായത് നമ്മൾ Canonൻ്റെ കാര്യം പറയുമ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ 85mm റേഞ്ചിലെ ആദ്യത്തെ വൈബ്രേഷൻ കോമ്പൻസേഷനോട് കൂടിയ ലെൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇത് കൂടാതെ തന്നെ കാൾ സീസിൻ്റെ ഒരു ലെൻസ് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചും കൂടി മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു നോർമൽ കാറ്റഗറി നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള വൈബ്രേഷൻ കോമ്പൻസേഷനോട് കൂടിയിട്ടുള്ള ആദ്യത്തെ 85mm ലെൻസാണ് ഈ Tamron 85mm ലെൻസ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്പ് എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ ലെൻസ് ഹുഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെൻസ് ഹുഡ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് കാണാം നല്ലൊരു സൈസ് വ്യത്യാസമുണ്ട്. നമുക്ക് Canonൻ്റെ ലെൻസ് ഹുഡ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പെറ്റൽ ടൈപ്പ് ലെൻസ് ഹുഡാണ്. നമുക്കിതിന് റൗണ്ട് ലെൻസ് ഹുഡാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു കാര്യം, ഇതിൻ്റെ മൗണ്ട് രണ്ടും നോക്കിയാൽ നമുക്ക് Canon ലെൻസ് ജസ്റ്റ് നല്ലൊരു മൗണ്ടാണ്, അത്യാവശ്യം നല്ല മൗണ്ടാണ്. ഞാൻ ഒരിക്കലും മോശം ലെൻസാണെന്ന് ഒരിക്കലും പറയില്ല. Canon 85mm ഞാൻ 4-5 വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെൻസാണ്. ഇനി നമ്മൾ Tamronൻ്റെ മൗണ്ട് നോക്കിയാൽ ജസ്റ്റ് നമുക്കിവിടെ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡിങ് കാണാം ഇതിന് ചുറ്റും. ഇത് ബേസിക്കലി മോയ്സ്ചർ റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലെൻസ് ക്യാമറയിൽ ബോഡിയിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ മോയ്സ്ചർ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു മോയ്സ്ചർ റെസിസ്റ്റൻസ് സീലിംഗ് ആണ് നമുക്കിവിടെ ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ രണ്ട് ലെൻസുകളും തമ്മിലുള്ള മേജർ വ്യത്യാസം ഈ വൈബ്രേഷൻ കോമ്പൻസേഷനും അതുപോലുള്ള ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ മോയ്സ്ചർ റെസിസ്റ്റൻസുമാണ്. നമ്മുടെ Canon ലെൻസ് മെയ്ഡ് ഇൻ ജപ്പാൻ ലെൻസാണ്. നമ്മുടെ Tamron ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഡിസൈൻഡ് ഇൻ ജപ്പാൻ എന്ന് കാണാം. ഈ ലെൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജപ്പാനിലാണ്. മെയ്ഡ് ഇൻ ഫിലിപ്പീൻസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കിയാൽ വളരെ നല്ല ലെൻസാണ്. വിലയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ 85mm 1.8 Canonൻ്റെ ഡബിൾ പ്രൈസാണ് ഏകദേശം. Tamron ലെൻസിനാണെങ്കിൽ ഏകദേശം 60,000 രൂപയുടെ വിലയാണ് അതിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ Canon 85mm ലെൻസിനാണെങ്കിൽ ഏകദേശം 28-30,000 രൂപ. അപ്പോൾ നമുക്ക് ഡബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ ഈ Canon 85 കുറച്ച് പഴയ ലെൻസാണ്. നമുക്കിനി രണ്ട് ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കിയാൽ ഏകദേശം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് രണ്ട് ലെൻസിനും ഉള്ളത്. Tamronൻ്റെ പുതിയ ലെൻസ് എനിക്ക് തോന്നുന്നു അലുമിനിയം ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് കുറവാണ്. ലെൻസ് ഹുഡ് മാത്രം പ്ലാസ്റ്റിക് ആണ്. മീൻസ് അതുപോലെ നമ്മുടെ ഫോക്കസ് റിങ്ങും ചെറിയൊരു റബ്ബർ ഗ്രിപ്പുണ്ട്. അല്ലാതെ ഫുൾ മെറ്റൽ അല്ലെങ്കിൽ അലുമിനിയം കൺസ്ട്രക്ഷനുള്ള ഒരു ലെൻസാണിത്. നമ്മുടെ Canon 85mm 1.8 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും മീൻസ് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് Canon 85mm 1.8 യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിതിൻ്റെ ഒത്തിരി സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്തത് ഞാൻ 2 ബേബി ഷൂട്ടുകൾക്ക് യൂസ് ചെയ്തു. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിരുന്നെങ്കിൽ, അതായത് എങ്ങനെ നമുക്ക് ലൈറ്റ് റൂമിൽ ഫോട്ടോസ് ഓർഗനൈസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ അതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോയും ഈ Tamron 85mm 1.8 എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആ പൂളിൻ്റെ സൈഡിലുള്ള ഫോട്ടോസ് നോക്കിയാൽ ഞാൻ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോയുടെ നിങ്ങളിവിടെ കാണുന്ന ഈ ഫോട്ടോ ഇത് ജസ്റ്റ് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറയാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്ന ചിത്രം ഞാൻ ലൈറ്റ് റൂം അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിരിക്കുന്ന ഫോട്ടോയാണ്. ഓക്കെ, മൂന്നാമതായിട്ട് ഇത് ഫോട്ടോഷോപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ഈ ഫോട്ടോ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, എൻ്റെ 85mm 1.8-നെക്കാട്ടും ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ക്യാമറ കിട്ടുന്ന കളേഴ്സ് വളരെ നല്ലതാണ്. ഞാൻ മുമ്പ് 70-200mm ലെൻസിൻ്റെ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു നല്ല കളേഴ്സാണ്. നിങ്ങൾക്ക് റോ ഫയലിൽ വരെ നല്ല കളേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈറ്റ് റൂമിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രൈറ്റ്നസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക് ഡിഫറൻസ് നമുക്കിതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ നമുക്കിവിടെ ചെറിയൊരു മോയ്സ്ചർ റെസിസ്റ്റൻ്റ് സീലിംഗ് ഉണ്ട് നമ്മുടെ ലെൻസിൻ്റെ മൗണ്ടിൻ്റെ അവിടെ. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ ബൊക്കയെക്കുറിച്ചാണ്. മീൻസ് ഞാൻ ഈ ലെൻസിൻ്റെ ബൊക്കയും നമ്മുടെ Canon 85mm 1.8 ബൊക്കയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. നിങ്ങളെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ലെൻസും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. മീൻസ്
ഫോട്ടോസിൻ്റെ കമ്പാരിസൺ എനിക്കിപ്പോൾ അത് ചെയ്യാൻ സാധിച്ചില്ല. മെയിൻ റീസൺ എനിക്ക് വർക്ക് ഇച്ചിരി കൂടുതലായിരുന്നു ഈ 2 വീക്കിൽ. അതുപോലെ തന്നെ ഈ ലെൻസ് എനിക്കിപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് എന്തോ എക്സിബിഷൻ എന്തോ കൊണ്ടുപോകാനായിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ലെൻസ് തിരിച്ച് കിട്ടിയതിന് ശേഷം ഞാൻ Canon 85mm Tamron 85mm ഇമേജ് ക്വാളിറ്റി തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. മീൻസ് സെയിം ഫോട്ടോസ് വെച്ചുള്ള കമ്പാരിസൺ. നിങ്ങളിപ്പോൾ എൻ്റെ ഒട്ടുമുഖ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് നോക്കിയാൽ പഴയ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത് മീൻസ് ഈ ലാസ്റ്റ് 2 ഷൂട്ട് ഒഴികെ അതിന് മുമ്പുള്ള ഫോട്ടോസിലുള്ളതെല്ലാം 85mm Canon 85mm അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ലാസ്റ്റ് 2 ഷൂട്ടിൽ ചെയ്തിരിക്കുന്ന Tamron 85mm ലെൻസിലുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫോട്ടോസിൻ്റെ താഴെ ഒരു ഹാഷ്ടാഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഹാഷ്ടാഗുകളിൽ നോക്കിയാൽ ഏത് ലെൻസാണ് ഏത് ക്യാമറയാണെന്നൊക്കെ ഞാനതിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഹാഷ്ടാഗും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചെയ്ത ബൊക്കെ കമ്പാരിസണിൽ രണ്ടിൻ്റെയും ബൊക്കെ തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചില്ല. ഓൾമോസ്റ്റ് സെയിം ബൊക്കെ തന്നെയാണ് എനിക്കതിൽ കിട്ടിയത്. പിന്നെ നമുക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ തോതിൽ മീൻസ് ഈ Canon 85mm കുറച്ചും കൂടെ ഒരു വെൽ ബിൽറ്റ് ലെൻസാണ്, വെയിറ്റ് കൂടുതലാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം ഓട്ടോ ഫോക്കസ് ആണ്. Canon 85mm 1.8 തീർച്ചയായും എനിക്ക് ഓട്ടോ ഫോക്കസിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. മെയിൻ റീസൺ നമുക്ക് അത്യാവശ്യം ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ലെൻസിന് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഓട്ടോ ഫോക്കസിങ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ലെൻസ് യൂസ് ചെയ്ത് ഞാനൊരു പെയ്ഡ് വീഡിയോ ഷൂട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാനൊരു പെയ്ഡ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ടിൻ്റെ വീഡിയോ ഞാൻ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ Tamron 85mm ലെൻസ് യൂസ് ചെയ്തും അതുപോലെ Sigma 70-50mm ലെൻസ് യൂസ് ചെയ്തും എടുത്ത ലാസ്റ്റ് ബേബി ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ GoProയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പെയ്ഡ് വീഡിയോ ഷൂട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. മെയിൻ റീസൺ അവർക്ക് കുറച്ച് തമിഴ് സോങ്സ് ആണ് ഈ വീഡിയോയിൽ വേണ്ടത്, മൂവി സോങ്സ്. അപ്പോൾ എനിക്ക് മൂവി സോങ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് നോൺ മോണിറ്റൈസ്ഡ് വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ലെൻസിൻ്റെ യൂസ് കാണാനായിട്ട്. ആ വീഡിയോയിൽ ഞാൻ വൈഡ് ആംഗിൾ ഷോട്ട്സ് എല്ലാം Sigma 70-50 യൂസ് ചെയ്തും ഇതുപോലുള്ള ക്ലോസപ്പ് അല്ലെങ്കിൽ കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയുള്ള വീഡിയോയുടെ പോർഷൻ ചെയ്തിരിക്കുന്നത് 85mm 1.8 Tamron ലെൻസും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Tamron ലെൻസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ വേറൊരു ഫീച്ചർ ഞാൻ പറയാൻ വിട്ടുപോയത്, ഫീച്ചറല്ല ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പം ലെൻസ് ബോഡിയിൽ നമ്മൾ വിരൽ പാടുകൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു കോട്ടിങ് ഉണ്ട്. ചില ലെൻസുകളിലൊക്കെ നമ്മുടെ വിരലിൻ്റെ പാടുകളും ഫിംഗർ പ്രിൻ്റൊക്കെ വരാറുണ്ട്. ഫിംഗർ പ്രിൻ്റ് വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, മീൻസ് നമുക്കത് വിസിബിളായിട്ട് അധികം ഈ ബോഡിയിൽ ക്യാമറ ബോഡിയിൽ വരത്തില്ല. പുതിയ Tamron ലെൻസിൻ്റെ ബോഡിയൊക്കെ നോക്കിയാൽ അത്യാവശ്യം സ്റ്റൈലിഷ് ബോഡിയാണ് ചെയ്തിരുന്നത്. നേരത്തെ പഴയ Tamron ലെൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഡിസൈനിൽ അവരത്ര മികച്ചതല്ലായിരുന്നു. ഇപ്പോഴത്തെ ഡിസൈൻസ് എല്ലാം കൊള്ളാം. നമ്മൾ കയ്യിൽ കൊണ്ടു നടന്നാലും നമുക്ക് കുറച്ച് ഒരു വില കൂടിയ ലെൻസ് നമ്മുടെ ക്യാമറയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീലും നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ Tamron വെബ്സൈറ്റ് വഴി വാങ്ങിയാൽ നിങ്ങൾക്ക് 5 വർഷത്തെ വാറണ്ടി ഈ Tamronൻ്റെ പുതിയ G2 സീരീസ് ലെൻസുകൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വഴിയും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ 5 വർഷത്തെ വാറണ്ടി എനിക്കും നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ജസ്റ്റ് നമ്മുടെ Tamronൻ്റെ മാനേജറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാലാണോ അല്ലെങ്കിൽ ഇപ്പം എന്നെപ്പോലുള്ള ഒരു മിഡിൽ മാൻ വഴി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ 5 ഇയേഴ്സ് വാറണ്ടി കിട്ടുമോ എന്നും എനിക്കൊന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ Tamronൻ്റെ പുതിയ G2 സീരീസ് ലെൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ iStudio സെയിൽസ് ഇമെയിൽ വഴി നിങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ Tamron 85mm 1.8 ലെൻസിൻ്റെ റിവ്യൂ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ ഞാൻ 70-200mm വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒന്നെങ്കിൽ ഈ Tamronൻ്റെ 85mm ലെൻസ് അല്ലെങ്കിൽ 70-200mm ലെൻസ് വാങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെന്ന്. ഇപ്പോൾ വീഡിയോഗ്രാഫി ഉദ്ദേശിച്ചാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ മിക്കവാറും 70-200 ആണ് എനിക്ക് യോജിച്ച ഒരു ലെൻസ്. കാരണം നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ 70-200 ആണ് കുറച്ചും കൂടെ ഭേദം. പക്ഷേ ഞാൻ ബേബി ഫോട്ടോഗ്രാഫി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബേബി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിങ് പോർട്രേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ 85mm 1.8 ലെൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു ലെൻസാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഈ Canon 85mm 1.8 ലെൻസ് എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ആ ഒരു ലെൻസിൻ്റെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരു ക്വാളിറ്റി കിട്ടുന്ന ഒരു ലെൻസാണ്. പക്ഷേ പ്രൈസ് പോയിൻ്റ് നോക്കിയാൽ ഡബിൾ പ്രൈസാണ്. നമ്മൾ ഈ എക്സ്ട്രാ
30,000 നമ്മൾ കൊടുക്കുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ മെയിനായിട്ടുള്ളത് ഈ മോയിസ്ചർ സീലിങ്ങുമാണ് നമ്മുടെ ലെൻസിൻ്റെ ബോട്ടം പോർഷനിലുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ എക്സ്ട്രാ 30,000 കൊടുക്കുന്നത്. ഇതിന് കൂടെ തന്നെ നമ്മൾ Canon 85mm 1.4 IS ലെൻസ് വെച്ച് നോക്കിയാൽ ഈ ലെൻസിന് Canonൻ്റെ പ്രൈസ് 1,20,000 റുപ്പീസാണ് ആമസോണിൽ. ഇതിൻ്റെ ഡബിളാണ് Canon 1.4 അപ്പർച്ചറുള്ള ലെൻസിനുള്ളത്. അപ്പോൾ 1.4 1.8 എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ വ്യത്യാസമാണ്. കുറച്ചും കൂടെ ബൊക്കെ നമുക്ക് 1.4 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ കമ്പാരിസൺ വീഡിയോകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു വ്യത്യാസം കാണുന്നില്ല. 85mm ഏറ്റവും മികച്ച ലെൻസ് എന്ന് പറയുന്നത് Canonൻ്റെ തന്നെ 85mm f1.8 സീരീസ് 2 ലെൻസാണ്. അപ്പോൾ ആ ലെൻസാണ്. അതുപോലെ തന്നെ ആ ലെൻസിന് നല്ല വിലയുമുണ്ട്. ഓൾമോസ്റ്റ് 1,80,000 റുപ്പീസ് വിലയുള്ള ലെൻസാണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ബഡ്ജറ്റ് ലെൻസാണ്. അതുപോലെ ബോഡിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ജസ്റ്റ് അലുമിനിയം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ബോഡി കൺസ്ട്രക്ഷൻ അലുമിനിയം അലോയ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ Canon Tamron 85mm 1.8 ലെൻസിൻ്റെ റിവ്യൂ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ പ്രൈസ് പോയിൻറ്റും ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇമേജ് ഷാർപ്പ്നെസ് ബൊക്കെ മുതലായ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് ഞാനൊന്ന് റേറ്റിംഗ് കൊടുത്താൽ ഒരു 10ലാണ് റേറ്റിംഗ് കൊടുക്കുന്നെങ്കിൽ 7 പോയിൻറ്റ് കൊടുക്കുന്നതായിരിക്കും. മെയിൻ റീസൺ പ്രൈസ് പോയിൻ്റാണ്. കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, എങ്കിലും ഓക്കെയാണ്. അതുകൊണ്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി, ബൊക്കെ ക്വാളിറ്റി ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ലെൻസ്. ജസ്റ്റ് പ്രൈസ് പോയിന്റിൽ ഒരു സ്വല്പം കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം 7/10 റേറ്റിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 7,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോയാണ്. ഇപ്പോൾ ഒരു ആവറേജ് കണക്കനുസരിച്ച് 4 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 10K സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, ട്രാവൽ വലുതായിട്ടില്ല. ഫോട്ടോഗ്രാഫി, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ് മുതലായ കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ തോതിലുള്ള വ്ലോഗിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.